ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20 പരമ്പര പുരോഗമിക്കവേ ഓപ്പണറും മലയാളി താരവുമായ സഞ്ജു സാംസണിന് പ്രതീക്ഷിക്കുന്ന പ്രകടനം കഴിഞ്ഞ രണ്ട് കളികളിലും പുറത്തെടുക്കാനായിട്ടില്ല. ആദ്യ കളിയിൽ 26 റൺസും രണ്ടാമത്തെ T20യിൽ 5 റൺസും മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. രണ്ട് കളിയിലും ഇംഗ്ലണ്ടിന്റെ സ്റ്റാർ പേസർ ജോഫ്ര ആർച്ചർ ആയിരുന്നു സഞ്ജുവിനെ മടക്കിയത്. ആർച്ചർക്കെതിരെയും മറ്റൊരു അതിവേഗക്കാരനായ മാർക്ക് വുഡിനെതിരെയും അദ്ദേഹം ചെറുതായി പതറുകയും ചെയ്തു. ഇതോടെ മികച്ച പേസ് നിരക്കെതിരെ കളിക്കാൻ സഞ്ജുവിന് ഭയമാണെന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം ഉയരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ശക്തമായ പേസ് നിരക്കെതിരെ അദ്ദേഹം വിയർക്കാറുണ്ടോ? സഞ്ജു സാംസണിന് യഥാർത്ഥത്തിൽ പേസ് ബൗളിങ്ങിനെതിരെ കാര്യമായ വീക്ക്നെസ്സുകൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെ ചെറുപ്പത്തിൽ തന്നെ IPL-ൽ അദ്ദേഹം ഇത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 18-ാം വയസ്സിൽ രാജസ്ഥാൻ റോയൽസിനായി കളിക്കവേ സഞ്ജു പായിച്ച ആ സിക്സർ ഇപ്പോഴും ആരാധകരുടെ മനസ്സിൽ മായാതെയുണ്ടാകും. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിൽ സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബൗളർ ഡെയിൽ സ്റ്റെയിലിനെതിരെ സഞ്ജുവിന്റെ വണ്ടർ സിക്സ് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. 150 കിലോമീറ്റർ വേഗതയ്ക്കൊപ്പം ലൈനിലും ലെങ്തിനുമെല്ലാം അപാരമായ കണിശത പുലർത്താറുള്ള ബൗളറായിരുന്നു സ്റ്റെയിൻ. പക്ഷേ 18-കാരനായ സഞ്ജുവിന് ഇതൊന്നും വിഷയമായിരുന്നില്ല. ഓഫ് സ്റ്റമ്പിന് തൊട്ടുപുറത്ത് പിച്ച് ചെയ്ത ഗുഡ് ലെങ്ത് ബൗളിനെ ഫ്രണ്ട് ഫൂട്ടിൽ നിന്നുകൊണ്ട് സഞ്ജു പായിച്ച മനോഹരമായ സിക്സർ ക്രിക്കറ്റ് ലോകത്തെ അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു. അത്രയും മികച്ച ടൈമിങ്ങിലൂടെയായിരുന്നു അദ്ദേഹം ബോളിനെ ഗാലറിയിൽ ലാൻഡ് ചെയ്യിപ്പിച്ചത്. ഇതിഹാസമായിരുന്ന സ്റ്റെയിനിനെ പോലും അത്ര ചെറിയ പ്രായത്തിൽ സിക്സറിലേക്ക് പറപ്പിച്ചിട്ടുള്ള സഞ്ജുവിന് ഇന്നലെ മുളച്ച ജോഫ്ര ആർച്ചറേയും മാർക്ക് വുഡിനെയുമെല്ലാം എന്തിനു ഭയക്കണം? ഇന്ത്യൻ ടീമിലെ നിലവിലെ താരങ്ങളിൽ ഫാസ്റ്റ് ബൗളർമാരെ വളരെ അനായാസം നേരിടാൻ ശേഷിയുള്ള ബാറ്റർമാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ. ഓഫ് സ്റ്റമ്പിന് പുറത്തോ ഷോർട്ട് ബോളോ യോർക്കറോ എന്തുമാവട്ടെ തൻ്റെ ഏരിയയിൽ വന്നാൽ അദ്ദേഹം അതിനെ അടിച്ചു പറത്തുമെന്നുറപ്പാണ്. നാട്ടിലെ സ്ലോ പിച്ചുകളിൽ മാത്രമല്ല, വിദേശത്തെ പേസും ബൗൾസുമുള്ള പിച്ചുകളിൽ പോലും പേസർമാരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ തനിക്കാവുമെന്ന് സഞ്ജു തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കരിയർ എടുത്താൽ ഫാസ്റ്റ് ബൗളർമാർക്കെതിരെ 158 ഇന്നിങ്സുകളിൽ നിന്നും അദ്ദേഹം അടിച്ചെടുത്തത് 2637 റൺസാണ്. 141.16 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെയാണിത്. പേസർമാർക്കെതിരെ 106 സിക്സറുകളും 263 ഫോറുകളും സഞ്ജു പായിക്കുകയും ചെയ്തു. 91 തവണയാണ് പേസർമാർ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത്. പേസർമാരെക്കാൾ സഞ്ജുവിന് പലപ്പോഴും ബുദ്ധിമുട്ടുള്ളത് സ്പിന്നർമാരാണ്. വനിന്ദു ഹസരംഗ അടക്കമുള്ള ചില സ്പിന്നർമാരെ നേരിടാൻ അദ്ദേഹം വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സ്പിന്നർമാർക്കെതിരെ സഞ്ജുവിന്റെ പ്രകടനം ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടുമായി ഇപ്പോൾ നടക്കുന്ന T20 പരമ്പരയിലെ ശേഷിച്ച മത്സരങ്ങൾ പേസർമാരെ അദ്ദേഹം പഞ്ഞിക്കിടുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കും.